ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു വീണ സംഭവത്തിൽ കോഴിക്കോട് NITയിലെ വിദഗ്ധർ അന്വേഷിക്കണമെന്ന് ജില്ലാ ഭരണകൂടമാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതേസമയം ടൺ കണക്കിന് ഭാരമുള്ള ഗർഡറുകൾ ഉറപ്പിച്ചതിൽ അപാകത ഉണ്ടായെന്ന വിലയിരുത്തലും ഉണ്ട്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കും കത്ത് നൽകി. ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മേൽപ്പാലത്തിൽ സ്ഥാപിച്ചിരുന്ന 70 ടൺ വീതം ഭാരമുള്ള 4 ഗർഡറുകളാണ് നിമിഷ നേരം കൊണ്ട് തകർന്നു വീണത്. തിരക്കേറിയിടത്ത് ആ സമയം ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. ഗർഡറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് യോജിപ്പിക്കുന്നതിന് മുൻപ് ഓരോ ഗർഡറുകളെയും ബലപ്പെടുത്തി നിർത്താൻ ഭാരമേറിയ കമ്പികൾ കൊണ്ട് ക്രോസ് ബ്രേസിംഗ് രീതിയിൽ പരസ്പരം വലിച്ചുറപ്പിക്കാറുണ്ട്. പാലവുമായും തൊട്ടുമുന്നിലെ നിർമ്മാണം പൂർത്തിയായ ഗർഡറും തമ്മിലുള്ള ജോയിന്റ് കോൺക്രീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇത് നീക്കം ചെയ്യാറുള്ളൂ. തകർന്ന നിർമ്മാണത്തിൽ ക്രോസ് ബ്രേസിംഗ് ഇല്ല എന്നത് അപകട കാരണമായെന്നാണ് പ്രധാന വിലയിരുത്തൽ. ഇത്തരത്തിൽ വലിച്ചുറപ്പിക്കാതായതോടെ കിഴക്ക് ഭാഗത്തുനിന്നുള്ള ഗർഡർ മറിഞ്ഞതോടെ ഒന്നിനു പിറകെ ഒന്നായി വീണു. നിർമ്മാണ ഭാഗത്ത് കർവ് വരുന്ന ഇടത്താണ് അപകടമുണ്ടായത്. ഗർഡറുകൾക്കുള്ളിലെ ടെൻഷൻ കേബിളിൽ 450 ടൺ വരെ ഭാരവും പ്രഷറും നൽകി സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് പില്ലറുകൾക്ക് മേൽ സ്ഥാപിക്കുന്നത്. ബലപരിശോധന യഥാവിധം പൂർത്തിയാക്കിയിരുന്നില്ല എന്നതുൾപ്പെടെ ആരോപണമുയരുന്നുണ്ട്. വീടുകളുടെ അതിർത്തിയോട് ചേർത്താണ് സ്ഥലമെടുപ്പ് നടന്നത്. കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന വീടുമുറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബൈപ്പാസ് വന്നിരിക്കുന്നത്. ഈ ഗർഡർ വന്നപ്പോൾ ഇതിന്റെ താഴെയുള്ള സ്ഥലം കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. നമ്മളുടെ ആരുടെയോ ഭാഗ്യത്തിനാണ് കുട്ടികളൊന്നും ആ സമയത്ത് കളിക്കാതിരുന്നത്, ഇങ്ങനൊരു ആളപായം ഉണ്ടാകാതിരുന്നത്. പക്ഷേ നമ്മൾക്കിതിന്റെ നിർമ്മാണം കാണുമ്പോൾ അറിയാം, നിർമ്മാണത്തിൽ വലിയ കൃത്രിമം നടന്നിട്ടുണ്ട്, ഇതിൽ അഴിമതിയുണ്ട്. തകർന്നു വീണ ഗർഡറിൽ നിന്ന് പുറത്തേക്ക് തള്ളിവന്ന കമ്പികളുടെ വലിപ്പവും ചിതറിത്തെറിച്ച കോൺക്രീറ്റ് അവശിഷ്ടങ്ങളിൽ സിമന്റിന്റെ കുറവുമൊക്കെ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായിട്ടുണ്ട്. പില്ലറുകൾക്ക് മീതെ സ്ഥാപിക്കേണ്ട ഗർഡറുകൾക്കും പില്ലറുകളുടെ നമ്പരുമായി ബന്ധപ്പെടുത്തിയാണ് നമ്പർ ഇടുന്നത്. അപകട സ്ഥലമായ 17, 18 നമ്പറിലുള്ള പില്ലറുകൾക്ക് മീതെയുള്ള ഗർഡറുകളിൽ കാണപ്പെടുന്ന പില്ലർ നമ്പർ 21, 22 എന്നാണ്. 21, 22 പില്ലറുകൾക്ക് മീതെ സ്ഥാപിക്കേണ്ട ഗർഡറുകൾ വളവുള്ള ഭാഗത്ത് സ്ഥാനം മാറ്റി സ്ഥാപിച്ചതും അപാകതയായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഈ ആക്ഷേപം പലതരത്തിൽ ഉയരുന്നുണ്ട്. NITയുടെ വിദഗ്ധർ അന്വേഷിക്കണം എന്ന ആവശ്യവുമുണ്ടല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ നടക്കുന്നുണ്ടോ അവിടെ? തീർച്ചയായിട്ടും ഒരു എക്സ്റ്റേണൽ ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം ഇന്നലെ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ NITയിലെ കാലിക്കറ്റ് NITയിൽ നിന്നുള്ള വിദഗ്ധ സംഘം തന്നെ പരിശോധന നടത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ആ സംഘം ഇന്ന് തന്നെ എത്തുമെന്നുള്ള അറിവ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷെ എപ്പോൾ എത്തുമെന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായൊരു അറിവ് അല്ലെങ്കിൽ കൃത്യമായൊരു നിർദ്ദേശം നമുക്ക് ലഭ്യമായിട്ടുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് സജിത്ത്, ഇങ്ങനൊരു അപകടം നടന്നു എന്നുള്ളതാണ്. അതായത് ഇന്നലെ നടന്ന അപകടം ഒരുപക്ഷെ പാലം പണി പൂർത്തിയായാലും നടക്കാൻ സാധ്യതയുള്ള ഒരു അപകടം ആണ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിന് സമാനമായൊരു ദേശീയപാത നിർമ്മാണത്തിൽ കേരള PWDയുടെ NHുമായി ചേർന്ന് കേരള PWDയുടെ ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ടേം ആലപ്പുഴ ബീച്ചിലൂടെ കടന്നു പോകുന്ന ബൈപ്പാസിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗർഡറിൽ സംഭവിച്ച അപകടം അത് ഒരുപക്ഷെ ഇതിന്റെ കൃത്യമായ കാരണം കണ്ടെത്തിയില്ലെങ്കിൽ ഇത് പണി പൂർത്തിയായതിനു ശേഷവും ഉണ്ടാകാൻ സാധ്യത വലിയൊരു റിസ്ക് ഫാക്ടർ അതിനകത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അത് ഇനി പരിശോധിച്ചേ മതിയാകൂ. അതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും വ്യക്തമാകേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ഗർഡറുകൾ, ഒരു ഗർഡറിന് ഏകദേശം 70 ടണ്ണിന് മുകളിൽ ഭാരമുണ്ട്. അത്തരത്തിൽ 4 ഗർഡറുകളാണ് അവിടെ ആലപ്പുഴ ബീച്ചിൽ വിജയ പാർക്കിനോട് ചേർന്നുള്ള ഏറ്റവും തിരക്കേറിയ ഭാഗത്ത് തകർന്നു വീണത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഈ സംഭവം നടക്കുന്നത് രാവിലെ ഒരു 10 മണിയോടെയാണ്. തിങ്കളാഴ്ചയായിരുന്നു, വർക്കിംഗ് ഡേ ആയിരുന്നു, ആളുകൾ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കുട്ടികൾ സ്കൂളിൽ
പോയിരുന്നു എന്നുള്ളതൊക്കെ കൊണ്ട് മാത്രമാണ് അവിടെ ഒരു വലിയ അപകടം ഉണ്ടാവാതിരുന്നത്. കാരണം ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടത്തും സ്ഥലമെടുപ്പ് പൂർത്തിയായതോടുകൂടി കളിക്കളങ്ങളോ വീടിന്റെ മുൻഭാഗങ്ങളോ ഇല്ല. കുട്ടികൾ ഇറങ്ങി നിന്ന് കളിക്കുന്നത് ഈ പാലത്തിനടിയിൽ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലാണ് കുട്ടികൾ ഇറങ്ങി നിന്ന് കളിക്കുന്നത്. ആ സ്ഥലത്താണ് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ആലപ്പുഴ ബീച്ച് ഏറ്റവും തിരക്കേറിയ ബീച്ചാണ്. ആ ബീച്ചിനോട് ചേർന്നുള്ള പാർക്കിന്റെ തൊട്ടടുത്ത ഭാഗത്താണ് ഈ ഗഡറുകൾ വീഴുകയും ചെയ്തിട്ടുള്ളത്. ഒന്ന്, നിർമ്മാണം നടക്കുന്ന സ്ഥലം കൃത്യമായി വേർതിരിച്ച് മാറ്റി അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് പ്രാഥമികമായി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്ന്, ഈ ഗഡറുകൾ സ്ഥാപിച്ചതിൽ വന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ക്രോസ് ബ്രേസിംഗ് രീതിയിൽ ഈ കമ്പികൾ ഉപയോഗിച്ചുകൊണ്ട് ഗഡറുകൾ, ഇത്രയും ഭാരമുള്ള ഗഡറുകൾ നമുക്കറിയാം, ഓരോ ഗഡറുകളും യോജിപ്പിച്ചാണ് മേൽപ്പാലം പൂർത്തിയാകുന്നത്. അപ്പോൾ തെക്ക് നിന്നുള്ള ഭാഗം പൂർത്തീകരിച്ച് വരികയായിരുന്നു. അതിൽ തെക്ക് നിന്നുള്ള ഭാഗത്തേക്ക് യോജിപ്പിച്ച ഈ വടക്ക് ഭാഗത്തുള്ള ഗഡർ അത് യോജിപ്പിക്കുന്നതിന് മുൻപ് ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ അത് ക്രോസ് ബ്രേസിംഗ് സംവിധാനത്തിലൂടെ ഭാരമുള്ള ഇരുമ്പ് കമ്പികൾ വെച്ച് ഈ ഗഡറുകളെ ക്രോസ് ചെയ്ത് പിടിച്ച് അത് അങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് നിർത്തണം. അതിനുശേഷം മാത്രമേ ഇത് മേൽപ്പാലത്തോട് ചേർന്ന്, അതായത് പണി പൂർത്തിയായ ഭാഗത്തോട് ചേർന്ന് ഇത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ കമ്പികൾ കട്ട് ചെയ്ത് മാറ്റാറുള്ളത്. എന്നാൽ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇന്നലെ അവിടെ എത്തിയ ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ട്രെങ്തൻ ചെയ്ത് നിർത്താഞ്ഞത് കൊണ്ടാണ് ഒരു ഭാഗത്ത് നിന്ന് മറിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി എല്ലാം കൂടി മറിഞ്ഞ് വീഴണ്ട. ഇങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് നിർത്തിയാൽ ഇത് മറിയാനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ ആ ചെയ്യേണ്ട രീതിയിലല്ല അവിടെ നിർമ്മാണം നടന്നിരുന്നത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, അതിന്റെ സ്ട്രെച്ചിങ് കേബിളുകൾ വന്ന പ്രശ്നമായിരിക്കണം ഒരുപക്ഷെ. അതായത് നമുക്കറിയാം ഇതൊരു ഇലാസ്തികത ഇതിനകത്തുണ്ടാവും. അത് ഈ ഗഡറുകൾ വളരെ നീളത്തിലുള്ള കോൺക്രീറ്റ് പാളികളാണ്. അത് വലിച്ചു നിർത്തുന്നത് ഒരു പ്രീ സ്ട്രെച്ചിങ് കേബിൾസ് അതിനകത്തുണ്ട്. ആ പ്രീ സ്ട്രെച്ചിങ് പ്രോസസ്സ് കൃത്യമായിട്ടല്ലെങ്കിൽ ഇത് പൊട്ടി തകർന്ന് താഴത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അവിടെയും പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ, അതായത് ആ സ്ട്രെച്ചിങ് കറക്റ്റ് ആയിരുന്നോ എന്നുള്ളതും ചിന്തിക്കണം. അങ്ങനെ ആ സ്ട്രെച്ചിങ്ങിലാണ് പ്രശ്നം വന്നിട്ടുള്ളതെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നത് ഈ പാലത്തിന്റെ മുഴുവൻ ഭാഗത്തെയും ബലം പരിശോധിക്കണം എന്നുള്ളതാണ്. കാരണം ആ സ്ട്രെച്ചിങ്ങിൽ കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപകടം എപ്പോഴും നടക്കാൻ സാധ്യതയുണ്ട്. അത് നിർമ്മാണ ഘട്ടത്തിലെന്ന് മാത്രമല്ല, നിർമ്മാണം പൂർത്തിയായ ഘട്ടത്തിലും അത് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ ഗൗരവത്തോടു കൂടി തന്നെ നോക്കി കാണേണ്ടതായുണ്ട്. വലിയ അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. ആ പ്രദേശത്തുള്ള 4ഓളം വീടുകളുടെ ഭിത്തി അടക്കം പൊട്ടുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം ഈ നിർമ്മാണം, അതായത് നിർമ്മാണം നടക്കുന്നതിന് തൊട്ടപ്പുറത്തായി തൊഴിലാളികളുടെ ടെന്റാണ് ഉണ്ടായിരുന്നത്. അങ്ങോട്ടൊന്നും ഈ അപകടം വരാതെ തൊഴിലാളികൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയോ ചെയ്തത് വലിയ ഭാഗ്യമായി തന്നെ നമുക്ക് കരുതാം. തലേദിവസം ഒരു വിവാഹ ഫംഗ്ഷൻ നടന്നിട്ട് അതിന് വീടിന് സ്ഥലമില്ലാത്തത് കൊണ്ട് ആളുകൾ ഈ നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗത്തിന്റെ മുൻഭാഗത്തായാണ് പന്തൽ അടക്കം ക്രമീകരിച്ചിരുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരിക്കും ഈ അപകടം എന്നുള്ളതാണ്. മറിച്ച് ആലപ്പുഴ ബീച്ച് ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ്. ഞായറാഴ്ചകളിൽ ആയിരക്കണക്കിന് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അതിനടിയിൽ കിടക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം, അല്ലെങ്കിൽ ഈ ദേശീയപാതയുടെ മേൽപ്പാലം കടന്നു പോകുന്ന ഓരോ ഭാഗവും സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ ഗൗരവകരമായി സർക്കാർ കാണേണ്ട, അല്ലെങ്കിൽ സർക്കാർ ആവശ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം ഇത് നിർമ്മാണം നടത്തുന്നത് മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര റോഡ് വികസനവുമായി ബന്ധപ്പെട്ടാണ് നിർമ്മാണം നടക്കുന്നത്. കരാറുകാരായ കമ്പനിയും ഉൾപ്പെടെ വന്നിരിക്കുന്നതും അത്തരത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള കമ്പനികളല്ല, പുറത്തു നിന്നുള്ള കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു കേരളത്തിന്റെ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ബലക്ഷയം അടക്കം അല്ലെങ്കിൽ ഇതിന്റെ ബലം പരിശോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കണമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം, അതായത് കാലിക്കറ്റ് NIT ഉദ്യോഗസ്ഥർക്ക് ഇത് പരിശോധിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം കൊടുത്ത് ആ ഒരു റിസ്ക് അവരിലേക്ക് മാത്രമായി ചുരുക്കുന്നു, അല്ലെങ്കിൽ ദേശീയപാത വിഭാഗത്തിലേക്ക് മാത്രമായി ചുരുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, കേരളത്തിലൂടെ കടന്നു പോകുന്ന പാതയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിനിധികളെ കൂടി, അല്ലെങ്കിൽ കേരളത്തിലെ നമ്മൾക്ക് ദേശീയപാത പണിത ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ഉള്ളതാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ ആലപ്പുഴയിലെയും കൊല്ലത്തെയും ഒക്കെ ദേശീയപാത നിർമ്മാണത്തിൽ കടന്നുപോയിട്ടുള്ളത് കേരള PWDയുമായി ചേർന്നുള്ള വർക്കായിരുന്നു. അതിലെ ഉദ്യോഗസ്ഥർ, ആ ഒരു എക്സ്പെർട്ട് ടീം തന്നെ നമുക്ക് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീമിനെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി പരിശോധന നടത്തണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ അപകടത്തിൽ നിന്നാണ് ആലപ്പുഴയിലെ ജനങ്ങൾ
സാറിന് ഒരു കാര്യം, ഈ ഗർഡറുകൾ നിർമ്മിക്കുന്നത് മറ്റൊരിടത്ത് നിർമ്മിച്ചിട്ട് അതിവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് നിർമ്മിച്ച സമയത്ത് അതിന് വേണ്ടത്ര ക്വാളിറ്റി പുലർത്താത്തതാണോ? ആ തരത്തിലേക്ക് ആക്ഷേപം ഉയരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കരാറുകാരൻ, ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ, അവരിലേക്കൊക്കെ അന്വേഷണം പോവേണ്ടതില്ല? ഇത് പല സാധ്യതകളുണ്ട് സജിത്ത്. ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഇന്നലെ ഈ പില്ലറുകളിൽ രേഖപ്പെടുത്തിയിരുന്ന നമ്പരും ഒപ്പം ഈ തൂണുകളിൽ, അതായത് നമുക്ക് കോളം വാർത്ത, വലിയ കോളം വാർത്ത മുകളിലേക്ക് വന്നിട്ട് അതിലാണ് ഈ പില്ലറുകളിലാണ് ഈ ഗർഡറുകൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ പില്ലറിൽ രേഖപ്പെടുത്തിയ നമ്പറും മുകളിൽ സ്ഥാപിച്ചിരുന്ന ഗർഡറുകളിലെ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കെർവായിട്ട് വരുന്ന, വളഞ്ഞു വരുന്ന ഒരു ഭാഗത്താണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അത് വെച്ചതിൽ വന്ന മാറ്റമുണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്രോസ് ബ്രേസിംഗ് സംവിധാനം തന്നെയാണ്. അതായത് ഈ ഗർഡറുകൾ, ഇത്രയും ഭാരമുള്ള ഗർഡറുകൾ അവിടെ ഉയർത്തി നിർത്തുമ്പോൾ മീറ്ററുകൾ നീളമാണ് ഇതിനുള്ളത്. അത്തരത്തിൽ 4 ഗർഡറുകളാണ്. ഒരെണ്ണം 70 ടണ്ണിന് മുകളിൽ ഭാരമുള്ളതാണ്. അങ്ങനെയുള്ള 4 ഗർഡറുകളാണുള്ളത്. അപ്പോൾ ഇത് വലിച്ച് ഇത് നിർത്തുമ്പോൾ സ്വാഭാവികമായും ഫ്രണ്ടിൽ നിന്ന് നിർമ്മാണം, അതായത് തെക്ക് ഭാഗത്ത് നിന്ന് നിർമ്മാണം പൂർത്തിയായി വരുവാണ്. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള ഗർഡറുകൾ ഫിക്സ് ചെയ്യുന്നതിൽ ഉള്ള പ്രശ്നമാണെങ്കിൽ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. പക്ഷേ ആ ജോയിനിങ്, അതായത് മുന്നിൽ നിർമ്മാണം പൂർത്തിയായ ഭാഗവുമായി ഇതിനെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുന്ന ഭാഗമുണ്ട്. ആ ഉറപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് ഒരു ക്രോസ് ബ്രേസിംഗ് സംവിധാനം എന്നാണ് അത് പറയുന്നത്. അത് പരസ്പരം നമ്മൾ പറയുന്ന പോലെ ക്രോസ് ചെയ്ത് കമ്പികൾ ഉപയോഗിച്ച് ഇതിനെ 4 എണ്ണത്തിനെയും തമ്മിൽ കണക്ട് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് നിർത്തും. എന്നാൽ മാത്രമേ ഇത് അനങ്ങാതെ അവിടെ നിൽക്കുകയുള്ളൂ. അത് മറിയത്തില്ല. അങ്ങനെ മറിയാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെയാണ് സാധാരണ PWD വർക്ക് ഈ മേൽപ്പാലങ്ങളിൽ നടക്കുന്നത്. പക്ഷേ ഇവിടെ ആ മറിഞ്ഞ ഗർഡറുകളിൽ ഈ ക്രോസ് സ്ട്രെച്ചിങ് സംവിധാനം ഇല്ലായിരുന്നു എന്നുള്ളത്, ഇന്നലെ തന്നെ ക്രോസ് ബ്രേസിംഗ് സംവിധാനം ഇല്ലായിരുന്നു എന്നുള്ളത് വെരിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ക്വാളിറ്റി പ്രശ്നം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. ഈ കമ്പികളൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ തന്നെയാണ് എന്നുള്ളതാണ് മുൻപുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇനി അതിന്റെ സിമെന്റ്, അതായത് ഈ കോൺക്രീറ്റിങ്ങിന് ഉപയോഗിച്ച സിമെന്റിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ മിക്സിങ്ങിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. 2 രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്. അതായത് നമുക്ക് ലഭ്യമായ CCTV ദൃശ്യങ്ങൾ ഒരുമിച്ച് ഇത് വീഴുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു പാളി അടർന്ന് വീണിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപവും ആരോപണവും ഒക്കെ അവിടെ നിൽക്കുന്ന ആളുകൾ, ആദ്യം ഒരു പാളി വീഴുന്നു, പിന്നെയാണ് മൊത്തത്തിൽ വീഴുന്നതെന്ന് പറയുന്നുണ്ട്. ഒരാൾ ഓടി മാറുന്ന ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ആ CCTV വിഷ്വലിൽ. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലൊരു അടർന്നൊരു സംഭവം അതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ ഈ പ്രീ സ്ട്രെച്ചിങ് ചെയ്തിട്ടുള്ള ആ കേബിൾസ് പൊട്ടിയതാവാം ഇതിന്റെ കാരണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൃത്യമായൊരു വിലയിരുത്തൽ വളരെ ഗൗരവത്തോടു കൂടി ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ആലപ്പുഴയിൽ ഉണ്ടായ അപകടം. സജിത്ത്, തീർച്ചയായിട്ടും അത് എന്തായാലും പരിശോധന നടക്കേണ്ടതാണ്. ഒപ്പം നിലവിൽ സ്ഥാപിച്ച മറ്റ് ഗർഡറുകളുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയും വരുന്നുണ്ട്. അത് സംബന്ധിച്ച് പരിശോധനയും നടക്കേണ്ടതാണ്. ഇടവേളയാണ്.